ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലസ്തീനിലെ സുപ്രസിദ്ധ മോഡലാണ് ബെല്ല ഹദീദ്. ഇവരെ ഇപ്പോൾ പരസ്യത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അഡിദാസ്. റെട്രോ SL72 എന്ന ഷൂസിന്റെ പരസ്യത്തിൽ നിന്നാണ് താരത്തെ ജർമ്മൻ സ്പോർട്സ് ബ്രാൻഡായ അഡിദാസ് ഒഴിവാക്കിയത്. ജർമ്മനിയിലെ ഇസ്രായേൽ എംബസി പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. 1972 മ്യൂണിക് ഒളിമ്പിക്സിനിടയിൽ 11 ഇസ്രായേൽ അത്ലറ്റ്സുകളെ പലസ്തീൻ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഗ്രൂപ്പ് ബന്ദികളാക്കിയിരുന്നു. ആ സംഭവം അടിസ്ഥാനമാക്കി അഡിദാസ് രൂപകൽപ്പന ചെയ്ത ഷൂ ആണ് റെട്രോ SL72. പലസ്തീൻ അവകാശങ്ങൾക്കു വേണ്ടിയും ഗാസയ്ക്കെതിരായിട്ടുള്ള ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയും ശബ്ദമുയർത്തുന്ന മോഡലാണത്രേ ബെല്ല ഹദീദ്. 11 ഇസ്രയേലികളും ജർമ്മൻ പോലീസുകാരനും 5 പലസ്തീൻ ആക്രമണകാരികളും 1972 മ്യൂണിക് ഒളിമ്പിക്സിനിടെ ഉണ്ടായ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ക്യാമ്പയിനിന്റെ ബാക്കി ഭാഗങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് അഡിദാസ് വെള്ളിയാഴ്ച പറഞ്ഞു. ഫുട്ബോൾ താരം ജൂൾസ് കൗണ്ടെ, ഗായിക മെലിസ ബോൺ, മോഡൽ സബ്രിന ലാൻ എന്നിവരുൾപ്പെടെ പ്രശസ്ത താരങ്ങളുമായി റെട്രോ SL72 ക്യാമ്പയിൻ തുടരും. ബെല്ലയുടെ പിതാവ് പലസ്തീനിയാണ്. യുദ്ധസമയത്ത് നിരവധി പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ ഹദീദ് പങ്കെടുത്തിട്ടുണ്ട്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ വംശഹത്യ എന്ന് ബെല്ല ഹദീദ് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം മറുഭാഗത്ത് യുദ്ധം രൂക്ഷമായി നടക്കുന്നു. അതിന്റെ വേറൊരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. ഇതുവരേക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു പച്ചക്കൊടി കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കീലാണ് ലോകമെന്ന് മുൻ US പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ്. റഷ്യ ഉക്രൈൻ സംഘർഷവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഉൾപ്പെടെയുള്ള എല്ലാ അന്താരാഷ്ട്ര പ്രതിസന്ധികളും താൻ അധികാരത്തിലെത്തിയാൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. പാർട്ടി കൺവെൻഷനിലാണ് ട്രംപിന്റെ ഈ പരാമർശം. നിലവിലെ ഭരണകൂടം സൃഷ്ടിച്ച എല്ലാ അന്താരാഷ്ട്ര പ്രതിസന്ധികളും താൻ അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഒരിക്കലും ഈ രൂപത്തിൽ സംഭവിക്കുമായിരുന്നില്ല. വിദേശത്ത് തടവിലാക്കപ്പെട്ട അമേരിക്കക്കാരെ വിട്ടയക്കണമെന്നും അല്ലാത്ത പക്ഷം വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ആഴ്ചയുണ്ടായ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം പറഞ്ഞാണ് ട്രംപ് തന്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ. പ്രസംഗത്തിനിടയിൽ തന്റെ അരികിലേക്ക് ഓടിയെത്തിയ സീക്രട്ട് സർവീസ് ഏജന്റുമാരെ അദ്ദേഹം അഭിനന്ദിക്കുകയും കൊല്ലപ്പെട്ട സന്നദ്ധ അഗ്നിശമന സേന അംഗമായ കോറി കമ്പറോട്ടറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ഡെമോക്രറ്റിക് പാർട്ടിയുടെ കൺവെൻഷൻ അടുത്ത മാസം ചിക്കാഗോയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒരു ഭാഗത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധവും വേറൊരു ഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധവും സജീവമാകുമ്പോൾ രാജ്യവ്യാപകമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ ജോലികളിലെ സംവരണം ബംഗ്ലാദേശ് സുപ്രീം കോടതി റദ്ദാക്കി. സർക്കാർ ജോലികളിൽ 93% നിയമനവും മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് അനുവദിച്ച പ്രത്യേക സംവരണമാണ് വലിയ പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയത്. രാജ്യവ്യാപകമായ പ്രതിഷേധത്തിൽ 151 പേരാണ് കൊല്ലപ്പെട്ടത്. നേരത്തെ ഉണ്ടായിരുന്ന കോട്ട സമ്പ്രദായം 2018 ഷെയ്ഖ് ഹസീന സർക്കാർ പ്രതിഷേധങ്ങളെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ മാസം കീഴ്ക്കോടതിയാണ് ആ തീരുമാനം അസാധുവാക്കിയത്. അതോടുകൂടിയാണ് ബംഗ്ലാദേശ് സമീപകാലത്തെ ഏറ്റവും വലിയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചത്. ഈ ഉത്തരവാണ് സുപ്രീം കോടതി ഞായറാഴ്ച റദ്ദാക്കിയത്. തൊഴിലില്ലായ്മ രൂക്ഷമായ രാജ്യത്ത് തൊഴിൽ സംവരണം ഏർപ്പെടുത്തി എന്നതാണ് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്. 17 കോടിയോളം ജനസംഖ്യയുള്ള രാജ്യത്ത് 3.2 കോടി യുവാക്കൾ തൊഴിൽ രഹിതരാണ്. തുടക്കത്തിൽ പ്രക്ഷോഭം നേരിടുന്നതിൽ പരാജയപ്പെട്ട പോലീസ് പിന്നീട് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. നിയമം ലംഘിക്കുന്നവരെ കണ്ടാലുടൻ വെടിവെക്കാനായിരുന്നു നിർദ്ദേശം. രാജ്യത്തെ സ്കൂളുകളും സർവകലാശാലകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ വിച്ഛേദിച്ചതോടെ ബംഗ്ലാദേശ് ജനതയുടെ പുറം ലോകവുമായിട്ടുള്ള ബന്ധവും നഷ്ടപ്പെട്ടിരിക്കുന്നു.
രാജ്യത്തെ ഉന്നത സ്ഥാപനമായ ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ജൂലൈ 1-ാം തീയതിയാണ് രാജ്യത്ത് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. അത് പിന്നീട് മറ്റ് സർവകലാശാലകളിലേക്കും വ്യാപിച്ചു. ഭരണകക്ഷിയുടെ കോട്ട അനുകൂല വിദ്യാർത്ഥി വിഭാഗത്തിലെ അംഗങ്ങൾ അവാമി ലീഗ് പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് പ്രതിഷേധം അക്രമാസക്തമായത്. ഇവരെ ലോകത്തിന്റെ ഏത് കോണിലാണ് സമാധാനത്തോടുകൂടി ജീവിച്ചിട്ടുള്ളത്? എവിടെ ചെന്നാലും ഈ പ്രശ്നം തന്നെയല്ലേ? ചെറിയ പ്രശ്നമാണോ ഇവരുണ്ടാക്കിയിട്ടുള്ളത് ഇതുവരെയായി? ആ സമയത്താണ് ഇസ്രായേൽ വിമാനങ്ങൾ ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിലെ ഹുദൈദ തുറമുഖത്തിൽ ആക്രമണം നടത്തിയത്. യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താനും സാധാരണ ജനങ്ങൾക്ക് അവരുടെ പതിവ് പോലെയുള്ള ജീവിതം ഒന്നുമല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടില്ല എന്ന ഒരു ഭയമെങ്കിലും ഇല്ലാതെ ജീവിക്കാമല്ലോ. ആ രൂപത്തില് ഒരു ജീവിതത്തിന് വേണ്ടി ഈജിപ്തും ഖത്തറും ഒക്കെ കൊണ്ടുപിടിച്ചിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ അധ്യക്ഷതയിൽ നടക്കുമ്പോൾ ഹൂതികളെ കൂട്ടുപിടിച്ച് ഹമാസുകൾ ചെയ്തു കൂട്ടുന്നത് ചെറുതല്ല. 3 പേരാണ് ഈ ഹൂതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ടെല്ലവീവിൽ ആക്രമണം നടത്തുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം. ഇസ്രായേലി പൗരന്മാരുടെ രക്തത്തിന് വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുകയും ചെയ്തു. ആക്രമണത്തിന് മുതിർന്നാൽ കൂടുതൽ ഓപ്പറേഷനുകൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുവരെ ഇസ്രായേൽ പറഞ്ഞതെല്ലാം പാലിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ഒരു പൗരന്റെ ജീവൻ എടുത്താൽ 1000 പൗരന്മാരുടെ ജീവൻ എടുത്തിട്ട് ഇവർ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴും. ആ പ്രതികാര നടപടികൾക്ക് വിധേയരായി കൊണ്ടിരിക്കുന്ന ആളുകളാണ് വീണ്ടും അങ്ങോട്ട് കയറി കൊടുക്കുന്നത്. ഇറാൻ പിന്തുണയ്ക്കുന്ന മറ്റ് ഗ്രൂപ്പുകൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് ആക്രമണമെന്ന് ഇസ്രായേൽ അധികൃതർ പറഞ്ഞു. 87 പേർക്കാണ് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഞങ്ങൾക്കെതിരെ നീങ്ങുന്ന ആളുകൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. F-15 വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത്. ഹൂതികൾക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഹൂതികൾ അടങ്ങി. എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി മടങ്ങിയെത്തിയതായിട്ട് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 24 മണിക്കൂറിനിടയിൽ 37 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. റാഫയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഹമാസും സൈന്യവും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ചത്തെ ബോംബാക്രമണത്തിൽ മധ്യ ഗാസയിൽ ഒട്ടേറെ വീടുകൾ തകർന്നു. കാരണം ഗാസയിൽ വീണ്ടും ഹമാസുകാർ തിരിച്ചു വരാൻ തുടങ്ങി. ഗാസയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചേക്കേറിയിരുന്ന ആളുകൾ ടെന്റിലെ ജീവിതം അവസാനിപ്പിച്ച് ഗാസയിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി. അവർക്കിടയിലേക്ക് ചേക്കേറി തുടങ്ങിയ ഹമാസ് ഭീകരരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഒരുപാട് വീടുകൾക്ക് അപായമുണ്ടായത്. ജബലിയയിൽ വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ കൂടിയായ മുഹമ്മദ് അബു ജസീറും ഭാര്യയും 2 മക്കളും കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ അൽജല സ്ട്രീറ്റില് ജനക്കൂട്ടത്തിൽ ബോംബിട്ടതിനെ തുടർന്നാണ് ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഹമാസ് ഭീകരർ പോയി നുഴഞ്ഞു കയറുന്നത് സാധാരണക്കാരുടെ ഇടയിലേക്കാണ്. സ്കൂളുകളിലും ടെന്റുകളിലും കോളേജുകളിലും ആശുപത്രികളിലും ഹമാസ് ഭീകരർ ചെന്ന് കയറുമ്പോൾ അവര് ഹമാസ് ഭീകരർ തന്നെയാണ് എന്ന് ഇസ്രായേൽ ഉറപ്പിക്കുന്നു. അപ്പോൾ അവരെ ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ലോക ജനങ്ങളുടെ സമാധാന ജീവിതത്തിനു വേണ്ടി അവരെ ഇല്ലാതാക്കിയേ മതിയാകൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നന്ദി.